ദഖലൽ ജന്നഹ. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അയാൾക്ക് സ്വർഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലാണെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. ഒരാളത് ചൊല്ലുന്നത് ആരും കേട്ടില്ല എന്ന് വിചാരിക്കുക, ആള് നരകത്തിലാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചൊല്ലിയാൽ അത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു റാഹത്താണ്, അത് ഉറപ്പാണ്, നമുക്കൊരു അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റും. അങ്ങനെയാണ്, അത് ഒരു നല്ല ലക്ഷണമാണ്. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് അതൊരു നല്ല ലക്ഷണമാണ്. രണ്ടാമത്തേത് അൽ മൗതു ബിറഷ്ഹിൽ ജബീൻ. നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, അത് നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു ഖുറാസാനിൽ ജീവിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനെ കാണാൻ ചെന്നപ്പോൾ മരണനേരത്ത്, സഹോദരൻ മരിക്കാൻ പോകുന്ന നേരത്ത് സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ട്. ഫഇദാ ഹുവ യഅറഖു ജബീനുഹു. ബുറൈദത്ത് ബിൻ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ നെറ്റിയിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കണ്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അഷ്റഫുൽ ഖൽഖ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്നത് നെറ്റി വിയർത്തുകൊണ്ടാണെന്ന് ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ബുറൈദത്ത് ബിനുൽ ഹുസൈബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരൻ മരിക്കുമ്പോൾ നെറ്റിയിൽ വിയർപ്പ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണത്, മൗതുൽ മുഅ്മിനി ബിഅർഖിൽ ജബീൻ. മുഅ്മിനായ മനുഷ്യന്റെ മരണം നെറ്റിയിലെ നല്ല വിയർപ്പ് കൊണ്ടാണ്, വിയർപ്പോടുകൂടെയാണ്. അല്ലാഹു മുഅ്മിനായ മനുഷ്യന് നൽകുന്നൊരു സൗഭാഗ്യമാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഹക്കീം എന്നവർ മുസ്തദറക്കിൽ വസഹഹഹു അലാ ശർത്തി മുസ്ലിം. ഇമാം ത്വയാലിസി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നെറ്റിയിൽ വിയർപ്പോടുകൂടെ മരിക്കുന്നത് നല്ല ഒരു മരണത്തിന്റെ അടയാളമാണ്. മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാനുള്ള ഭാഗ്യം, അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅതി ഔ ലൈലത്തിൽ ജുമുഅതി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നതൽ ഖബ്രി. ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിച്ചാൽ അല്ലാഹു ആ മനുഷ്യനെ ഖബറിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അസ്തമിച്ച്, അതാണ് വെള്ളിയാഴ്ച രാത്രി. വെള്ളിയാഴ്ച ഇതിപ്പോ ശനിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച കഴിഞ്ഞു, വെള്ളിയാഴ്ചന്റെ പകല് ആ സൂര്യ അസ്തമിക്കുന്നതോടുകൂടെ കഴിഞ്ഞു. അപ്പോ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയിലായിട്ട് മരിക്കാൻ ഭാഗ്യമുള്ളവർ നല്ല മരണത്തിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത് അൽ ഇസ്തിഷ്ഹാദു ഫീ സാഹത്തിൽ ഖിതാലി. മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളായ ആളുകളോ തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം സൈന്യം, ഇസ്ലാമിക ഗവൺമെന്റിനടുത്താണ് അത് ബാധകം, മുസ്ലിം സൈന്യം അമുസ്ലിം സൈന്യവുമായി നടത്തുന്ന യുദ്ധത്തിൽ മരണം സംഭവിക്കുന്നത് ഷഹീദാണ്. ശുഹദാഇന്റെ പ്രതിഫലം ഭയങ്കരമാണ്. ലിശഹീദി ഇൻദല്ലാഹി സിത്തു ഖിസാൽ. ഷഹീദിന് അല്ലാഹുവിന്റെ അടുത്ത് 6 ഗുണങ്ങളുണ്ട്. യുഗ്ഫറു ലഹു ഫി അവ്വലി ദുഫഅത്തിൻ മിൻ ദമിഹി. രക്തം വീഴുന്ന ആദ്യത്തെ വീഴ്ചയിൽ തന്നെ, രക്തം പൊടിയുമ്പോഴേക്കും അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. വയറാ മഖഅദഹു മിനൽ ജന്നഹ്. കാണാൻ പോകുന്ന സ്വർഗ്ഗത്തിൽ ഇരിപ്പിടം കണ്ടുകൊണ്ടാണ് ഷഹീദ് മരിക്കുന്നത്. വയുജാറു മിൻ അദാബിൽ ഖബ്രി. ഖബറിന്റെ അദാബ് ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅമനുൽ ഫസഅൽ അക്ബർ. ഖിയാമത്ത് നാളിലെ വലിയ ആ പേടി, ഖബറിൽ കിടക്കുന്ന, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള പേടി ഷഹീദിനില്ലെന്നും റസൂലുള്ളാഹി. വയുഹല്ലാ ഹില്യതൽ ഈമാൻ. ഈമാനിന്റെ വസ്ത്രം അവർക്ക് അണിയിക്കപ്പെടുമെന്നും റസൂലുള്ളാഹ്. വയുസവ്വജു മിനൽ ഹൂറിൽ ഐൻ. ഹൂറുൽ ഐനുകളെ അവർക്ക് വിവാഹം ചെയ്യപ്പെടും. വയശ്ഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി. തന്റെ കുടുംബത്തിലെ 70ഓളം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനും ഒരു ഷഹീദിന് അവസരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്.
ഷഹീദുകൾ ഈ ഉമ്മത്തിൽ ഒരുപാടുണ്ട്. ഷഹീദുകൾ ഒരുപാടുണ്ട്. ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ സമൂഹത്തിലെ ശുഹദാക്കൾ ഒരുപാടുണ്ട്. വ ഇന്ന അക്സറ ശുഹദാഇ അസ്ഹാബുൽ ഫുർഷി, എന്റെ ശുഹദാക്കളിൽ അധിക പേരും വിരിപ്പിൽ കിടന്ന് മരിക്കുന്നവരാണെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങളുമായുള്ള യുദ്ധത്തിൽ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ വളരെ കുറവാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ, ഇസ്ലാമിക ഗവൺമെന്റുകൾ ആ രാജ്യങ്ങൾക്കെതിരെ, ഇസ്ലാമിക സൊസൈറ്റികൾക്കെതിരെ, അവരുടെ ഫ്രീഡത്തിനെതിരെ, അവരുടെ പ്രോപ്പർട്ടിക്കെതിരെ ഒക്കെ കുഫറിന്റെ സൈന്യം യുദ്ധം ചെയ്യുമ്പോൾ തമ്മിലുള്ള യുദ്ധത്തിനാണ് ഇസ്ലാമിൽ ഹർബ് എന്ന് പറയുന്നത്. ഷഹീദാകാൻ ഭാഗ്യമുള്ള ഹർബ് അതാണ്. രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ ഫ്രീഡത്തിന് വേണ്ടി, ഒരു രാജ്യത്തെ കൊളോണിയലിസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ കൊളോണിയലിസത്തിനെതിരെ ചെയ്യുന്ന യുദ്ധം, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ അത് ശുഹദാഇന്റെ പ്രതിഫലം കിട്ടും അതിൽ മരിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് ആളുകൾ ശുഹദാക്കളുണ്ട് നബി തങ്ങളുടെ ഉമ്മത്തിൽ. പക്ഷേ യുദ്ധത്തിൽ മരിക്കുന്നത് വളരെ കുറച്ചുള്ളൂ. അല്ലാത്ത ശുഹദാക്കളൊക്കെ വിരിപ്പിൽ കിടന്ന് ഒരു തുള്ളി ചോര പോലും ചിന്താതെ മരിക്കുന്ന ശുഹദാ എന്റെ ഉമ്മത്തിൽ ധാരാളമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവരാരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അൽ മൗത്ത് ബിത്വാഊൻ. അൽ മൗത്ത് ബിത്വാഊൻ, പകർച്ചവ്യാധി കൊണ്ട് പടർന്നു പിടിക്കുന്ന പ്ലാഗ് പോലെയുള്ള രോഗം കൊണ്ട്. ത്വാഊൻ പ്ലാഗ് മാത്രമല്ല, എനി എപ്പിഡമിക്, പകർച്ചവ്യാധി കൊണ്ട്, ഫ്ലൂ, ചിലപ്പോ ആളുകളിലേക്ക് പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ ഒരുമിച്ച് മരിക്കുന്ന വലിയ തരത്തിലുള്ള എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളായ രോഗങ്ങൾ. ആ രോഗങ്ങളിൽ മരിക്കുന്നത് ഷഹീദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിന്റെയും രക്തസാക്ഷിത്വമാണ് പ്ലാഗ് രോഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഊൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി, പെട്ടെന്ന് ആളുകൾ ഒരുപാട് പെട്ടെന്ന് മരിച്ചു പോകുന്ന, കൂട്ടമായി മരിക്കുന്ന അസുഖം. അതൊക്കെ മരിക്കുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. മുസ്ലിമെങ്കിൽ അള്ളാഹു ഷഹാദത്ത് കൊടുത്ത് ആദരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകർച്ചവ്യാധികൾ, അൽ മൗതു ബിത്വാഊൻ, അത്വാഊനു ഷഹാദത്തു കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെയും ഷഹാദയാണ്, രക്തസാക്ഷിത്വമാണ് പകർച്ചവ്യാധികളായ പ്ലാഗ് പോലെയുള്ള രോഗങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഷഹീദ്, അൽ മൗതു ബിദാഇൽ ബത്നി, മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. വയറ്റിൽ അസുഖമുണ്ടായി മരിച്ചാൽ, വയറിന്റെ ഉള്ളിൽ പുണ്ണ്, വയറിലേതെങ്കിലും അസുഖം വന്ന്, മുഴ വന്ന്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അസുഖത്തിന്, പ്രത്യേകിച്ചും വയറ്റിൽ അസുഖം വന്ന് മരിക്കുന്ന ആളുകളും ഷഹീദാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. മൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. മരിക്കുന്ന സമയത്ത് വയറുവേദനയാണ് ഉണ്ടായിരുന്നത്, ഒരു അസുഖം വന്നത് വയറുവേദനയാണ്, മംഗലാപുരത്തെ കൊണ്ടുപോയി, കുഴപ്പമാണെന്ന് പറഞ്ഞു, വയറ്റിന്റെ ഉള്ളിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ വയറിൽ വന്ന അസുഖം, വയറ്റിന്റെ ഉള്ളിൽ വന്ന അസുഖം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം നേടി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നല്ല അടയാളമാണ്, അത് മരണത്തിന്റെ നല്ല ലക്ഷണമാണ്. അൽ മൗതു ബിൽ ഗർഖി, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതും ഷഹാദത്തിന്റെ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി. അത് കുളത്തിൽ മുങ്ങി മരിച്ചാലും, പുഴയിൽ മുങ്ങി മരിച്ചാലും, കടലിൽ മുങ്ങി മരിച്ചാലും, മുസ്ലിമായൊരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് രക്തസാക്ഷിത്വമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദിന്റെ കൂലി കിട്ടും വെള്ളത്തിലാണ് മരിച്ചതെങ്കിൽ. എന്തെങ്കിലും തലയിലേക്ക് പൊളിഞ്ഞു വീണു മരിച്ചാലും ഷഹീദിന്റെ കൂലിയുണ്ട്. തലയിലേക്ക് ഒരു ബിൽഡിംഗ് വീണു, ഒരു മരം വീണു, എന്തെങ്കിലും ഒരു സാധനം തലയിലേക്ക് വീണു, അങ്ങനെ മരിച്ചു പോകുന്നതും ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം.